തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ ബോധ്യങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും നേരെ നടന്ന കടുത്ത വെല്ലുവിളിയാണെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ കേന്ദ്ര ഏജൻസികളെ കായികമായി നേരിട്ട് ഭയപ്പെടുത്താമെന്ന ചിന്താഗതി എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. കേവലം ഒരു പ്രാദേശിക പ്രതിഷേധം എന്നതിനുമപ്പുറം കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണവും അട്ടിമറിയും ഈ ആക്രമണത്തിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് ED ഇപ്പോൾ വ്യക്തമാക്കുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിൽ വെറുമൊരു അണികളെ മാത്രം പ്രതിപ്പട്ടികയിൽ ഒതുക്കി കേസ് അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം തയ്യാറല്ല. മറിച്ച് ഈ ആസൂത്രിത ആക്രമണത്തിന് പിന്നിൽ ചരടുവലിച്ച ഉന്നതരായ CPM നേതാക്കളെ കൂടി അഴിക്കുള്ളിലാക്കാനുള്ള കടുത്ത നിയമ നടപടികളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ വശം ഇത് കോടതിയുടെ കടുത്ത നിരീക്ഷണങ്ങൾക്ക് വിധേയമായി എന്നതാണ്. ഈ ആക്രമണത്തെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായിട്ടാണ് കോടതി വിലയിരുത്തുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും സുഗമമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേലുള്ള വെല്ലുവിളിയാണ് എന്ന് കോടതി ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്നും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഇത്തരം നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്ത കെടുത്തുമെന്നും കോടതി നിരീക്ഷണമുണ്ടായി. അന്വേഷണത്തോട് സഹകരിക്കുന്നതിന് പകരം കായിക ബലം ഉപയോഗിച്ച് അതിനെ നേരിടാൻ ശ്രമിച്ചാൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ എത്ര ഉന്നതരായാലും കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത്. കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ EDക്ക് തങ്ങളുടെ നീക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ വലിയ നിയമഫലമാണ് നൽകിയിരിക്കുന്നത്. ആക്രമണം നടന്ന സമയത്ത് അണികൾ പ്രകോപിതരായത് ഉന്നത നേതാക്കളുടെ പൂർണ്ണമായ അറിവോടെയും അവരുടെ നിർദ്ദേശപ്രകാരവുമാണ് എന്ന കടുത്ത നിലപാടാണ് ED കോടതിക്ക് മുന്നിൽ വീണ്ടും ഉയർത്താൻ പോകുന്നത്. റെയ്ഡിനും ചോദ്യം ചെയ്യലിനുമായി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ തദ്ദേശീയരായ അണികളെ കൂട്ടുപിടിച്ച് അടിയുണ്ടാക്കാനും ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനും നേതാക്കൾ അണിയറയിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നതിന് ശക്തമായ തെളിവുകൾ EDയുടെ പക്കലുണ്ട് എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ അക്രമം അഴിച്ചുവിട്ട ഗുണ്ടകളെ മാത്രമല്ല, അവരെ അതിനായി കയറൂരിവിട്ട ഉന്നത CPM നേതാക്കളെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുമെന്ന കടുത്ത ആവശ്യമാണ് ED ഇപ്പോൾ ഔദ്യോഗികമായി മുന്നോട്ട് വയ്ക്കുന്നത്. അന്വേഷണം തങ്ങളിലേക്ക് നീളുമെന്ന ഭയമാണ് ഉദ്യോഗസ്ഥരെ കായികമായി നേരിടാൻ നേതാക്കളെ പ്രേരിപ്പിച്ചത് എന്നത് വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികൾക്ക് നേരെ കേരളത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കാനാകില്ല എന്ന മുന്നറിയിപ്പാണ് ED ഈ നീക്കത്തിലൂടെ നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസ് കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കുമെന്ന വമ്പൻ സ്രാവുകളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അണികളെ മുന്നിൽ നിർത്തി രക്ഷപ്പെടാമെന്ന് കരുതിയ നേതാക്കളുടെ നെഞ്ചിലേക്കാണ് ED ഇപ്പോൾ അന്വേഷണത്തിന്റെ ആയുധം തിരിച്ചുവച്ചിരിക്കുന്നത്. നിയമത്തിന്റെ പിടിയിൽ എത്ര ഉന്നതനായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന EDയുടെ കടുത്ത നീക്കം തിരുവനന്തപുരത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ പ്രകോപനത്തിന്റെ കാരണം വ്യക്തമാകുന്നത്. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ED ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലും അണികൾക്കിടയിലും കടുത്ത അസ്വസ്ഥതകൾ പുകഞ്ഞു തുടങ്ങിയത്. തങ്ങളുടെ നേതാവിന്റെ മകളിലേക്ക് അന്വേഷണ ഏജൻസികളുടെ കൈകൾ നീണ്ടതും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയരാക്കേണ്ടി വന്നതും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെയും അണികളെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിലൂടെ പാർട്ടിയുടെ പ്രതിച്ഛായക്കേറ്റ കനത്ത പ്രഹരത്തെ പ്രതിരോധിക്കാനും കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനും അണിയറയിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നു. നേതാവിന്റെ മകളെ തൊട്ടു കളിച്ചാൽ കളിമാറുമെന്ന പരസ്യമായ മുന്നറിയിപ്പ് നൽകാനും കേന്ദ്ര ഏജൻസികളുടെ ആത്മവിശ്വാസം തകർക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു തിരുവനന്തപുരത്തെ ഈ അക്രമം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അണികളെ പ്രകോപിപ്പിച്ച് തെരുവിലിറക്കി അന്വേഷണം അട്ടിമറിക്കുക എന്നതായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. അവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുസമൂഹവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു നിർണായക ചോദ്യം ഉയർന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് ഇത് ആദ്യമായൊന്നുമല്ല. മുൻപും പല CPM നേതാക്കളുടെയും മക്കൾ വിവിധ കേസുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും ED മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും പിന്നീട് 1 വർഷത്തിലധികം ബംഗളൂരുവിൽ ജയിലിൽ കഴിയുകയും ചെയ്തതാണ്. അതുപോലെ മുൻ വ്യവസായ മന്ത്രി EP ജയരാജന്റെ മകൻ ജയ്സൺ തട്ടേക്കാട് റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിൽ
പെട്ടിരുന്നു. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റിന്റെ ഉയർന്ന നേതാവായ VS അച്യുതാനന്ദന്റെ മകനെക്കുറിച്ചും ഇത്തരം അലിഗേഷനുകൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ CPM സ്വീകരിച്ച ഔദ്യോഗിക നിലപാട് എന്തായിരുന്നു? അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, അവർ അതിനെ നിയമപരമായി നേരിട്ടുകൊള്ളും, പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്നതായിരുന്നു പാർട്ടിയുടെ ഒരു ലൈൻ. എന്നാൽ ആ കമ്മ്യൂണിസ്റ്റ് ചരിത്രവും നിലപാടുകളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനിലേക്ക് എത്തിയപ്പോൾ എങ്ങോട്ടാണ് മറഞ്ഞത്? ബിനീഷ് കൊടിയേരിയെ ED വേട്ടയാടിയപ്പോൾ തെരുവിൽ അക്രമം അഴിച്ചുവിടാത്ത അണികൾ എന്തുകൊണ്ടാണ് വീണ വിജയനെ ചോദ്യം ചെയ്തപ്പോൾ ED ഉദ്യോഗസ്ഥരെ കായികമായി നേരിടാൻ തുനിഞ്ഞിറങ്ങിയത്? കൊടിയേരിയുടെ മകനില്ലാത്ത എന്ത് പ്രത്യേക പരിരക്ഷയാണ് പാർട്ടിയിൽ പിണറായി വിജയന്റെ മകൾക്കുള്ളത് എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുന്നുണ്ട്. മുൻപ് നേതാക്കളുടെ മക്കൾക്കെതിരെയുള്ള അന്വേഷണം വ്യക്തിപരമായി കണ്ട് കൈകഴുകിയ പാർട്ടി ഇത്തവണ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം നീണ്ടപ്പോൾ അതിനെ കായികമായി നേരിടാനും ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചത് ഇരട്ടത്താപ്പാണ് എന്ന വിമർശനം ശക്തമാണ്. അധികാരം ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ പാർട്ടിയും അണികളും ആ കുടുംബത്തിന്റെ കാവലാളായി മാറേണ്ടി വരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് തിരുവനന്തപുരത്തെ ഈ തെരുവ് യുദ്ധം.